നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് പാളയത്ത് യുവാവിനെ കിടപ്പുമുറിയിൽ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി എന്ന് സംശയിക്കുന്നയാൾ പിടിയിൽ. സംഭവത്തിൽ അവസാന ഘട്ടത്തിൽ വമ്പൻ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു കൂട്ട അറ്റാക്ക് ആയിരിക്കും അദ്ദേഹം നേരിട്ടത് എന്നുണ്ടെങ്കിൽ, എന്നാൽ യഥാർത്ഥ പ്രതിയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അമ്മയും ബന്ധുക്കളും ആ നാട്ടുകാരും പോലീസും. പ്രതിയായ മാങ്കാവ് കൊളങ്കര പീടിക സ്വദേശിയായ യുവാവിനെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബിജുവിനെ കൊലപ്പെടുത്തിയത് ലഹരി മാഫിയല്ലെന്നും വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ബന്ധുവായ 22 വയസ്സുകാരനാണ് ക്രൂരകൃത്യം ചെയ്തത് എന്നും വ്യക്തമാക്കി സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി രംഗത്തെത്തി. കൊലപാതകത്തിന് പിന്നിൽ ലഹരി സംഘങ്ങളാണെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ പോലീസ് നേരത്തെ തള്ളിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് പുതിയ കോവിലകം പറമ്പ് ബിജുവിനെ 38 വയസ്സുകാരനായിരുന്നു ബിജു സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചെന്ന പ്രതിയായ യുവാവിനെ കൊല്ലപ്പെട്ട ബിജുവും മറ്റ് ബന്ധുക്കളും ചേർന്ന് ബലമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിലുണ്ടായ കടുത്ത പകയും വൈരാഗ്യവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിക്കുന്നതിനിടയിൽ ഞായറാഴ്ച പുലർച്ചെ 2:45 അച്ഛൻ രാജൻ ബിജുവിനെ ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തിരുന്നില്ല. തുടർന്ന് പുലർച്ചെ 3 മണിയോടെ അമ്മ ബേബി മുറി തുറന്നു നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെ കണ്ടത്. കൊലപാതകത്തിന് ശേഷം ബിജുവിന്റെ ഫോൺ, സ്കൂട്ടറിന്റെ താക്കോൽ, കിടപ്പുമുറിയുടെ താക്കോൽ എന്നിവയുമായാണ് പ്രതി കടന്നുകളഞ്ഞത്. ബിജുവിന്റെ മൃതദേഹം ഞായറാഴ്ച പാളയത്ത് തറവാട്ടു വീട്ടിൽ പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ പോലീസിന്റെയും നാട്ടുകാരുടെയും കണ്ണിൽ പൊടിയിടാൻ പ്രതിയും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഇയാളുടെ കയ്യിലും മറ്റുമുണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീടും പരിസരവും കൃത്യമായി അറിയാവുന്ന ആളാണ് കൊലപാതകം നടത്തിയതെന്നും ഇതൊരു പ്രൊഫഷണൽ കില്ലറുടെ പണിയല്ല എന്നും അന്വേഷണ സംഘം ആദ്യമേ വിലയിരുത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതോടുകൂടി പ്രതി പോലീസിന്റെ വലയിലാവുകയായിരുന്നു. ലഹരി സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ചോർത്ത് നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ബിജു കൊല്ലപ്പെട്ടതെന്ന പ്രചാരണം സിറ്റി പോലീസ് കമ്മീഷണർ തള്ളിയിരുന്നു. ബിജു പോലീസിന്റെ ഇൻഫോമർ അല്ലെന്നും ഈ കേസിന് ലഹരി മാഫിയയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും കമ്മീഷണർ AP ഷൗക്കത്ത് അലി ആദ്യമേ വ്യക്തമാക്കി. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ KM ബൈജുവിന്റെ കസബ ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം വലയിലാക്കിയത്. ബിജുവിന്റെ ശരീരത്തിൽ ആകെ 45 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. ചെറിയൊരു സ്റ്റീൽ കത്തി ഉപയോഗിച്ച് കഴുത്തിന്റെ മുൻപിലും പിറകിലുമായി മാത്രം 18 ചെറുതും വലുതുമായ മുറിവുകൾ ഉണ്ടായിരുന്നു. കഴുത്തിലും വയറ്റിലും മേലെ കത്തി കൊണ്ടുള്ള ആഴമേറിയ കുത്തുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ബിജു കൊല്ലപ്പെട്ട എന്ന് ബോധ്യപ്പെട്ടിട്ടും മൃതദേഹത്തിൽ കത്തികൊണ്ട് കുത്തിയും വരഞ്ഞും മുറിവുകൾ ഉണ്ടാക്കിയ ക്രൂരതയാണ് ആക്രമി കാട്ടിയത്. ബിജുവിനെ ആദ്യം കഴുത്തിൽ കുത്തിയപ്പോൾ തന്നെ അദ്ദേഹം നിലത്ത് വീണിരുന്നു. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതെ ആക്രമി വീണ്ടും വയറ്റിൽ കുത്തുകയായിരുന്നു. മരണം പൂർണ്ണമായും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്രൂരത മുഴുവൻ ചെയ്തത്. ബിജുവിനോട് ആർക്കും ശത്രുതയില്ലെന്നാണ് അമ്മയും സഹോദരിയും മൊഴി നൽകിയതെങ്കിലും പോലീസ് ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ബിജുവുമായി വ്യക്തിപരമായോ അല്ലാതെയോ കടുത്ത ശത്രുതയുള്ള ആളാണ് സംഭവത്തിൽ പിന്നിലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ആ നിഗമനത്തിൽ അന്വേഷണം മുന്നോട്ടു പോകവെയാണ് പ്രതി പിടിയിലാകുന്നത്.